കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് CPIയും CPMും വെവ്വേറെ ചർച്ച ചെയ്ത് ചില നിഗമനങ്ങളിലെത്തുകയുണ്ടായി. CPMിൻ്റെ പ്രധാനപ്പെട്ട നിഗമനം തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചു, ശരിയാണ്. പക്ഷേ ഭരണവിരുദ്ധ വികാരമില്ല എന്നതാണ് CPMും വിലയിരുത്തിയത്. CPI മറിച്ചാണ്. ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഈ രണ്ട് കാര്യങ്ങളും ചേർത്ത് വെച്ച് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളെയും കാണാനായിട്ട് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാണ് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് CPM ശാഠ്യം പിടിക്കുന്നത്? അതാർക്കും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഭരിക്കുന്ന ഒരു പാർട്ടി, ഭരിക്കുന്ന ഒരു സംവിധാനം ജനങ്ങളെ വെറുപ്പിക്കുന്ന സമയത്ത് രൂപപ്പെട്ടു വരുന്ന ഒരു പ്രതിഷേധ ശബ്ദമാണ്. ആ പ്രതിഷേധ ശബ്ദം വോട്ടായി മാറുന്ന സമയത്താണ് ഭരണവിരുദ്ധ വികാരം ഭരിക്കുന്ന പാർട്ടിയെ ഭരണത്തിൽ നിന്ന് പുറത്തെത്തിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി അല്ലെങ്കിൽ 9.5 വർഷമായി കേരളത്തിൽ ഭരണം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഭരണവിരുദ്ധ വികാരമുണ്ടാവുക സ്വാഭാവികം.